ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. റോമാ ലേഖനം 16-ാം അധ്യായം 20-ാം തിരുലിഖിതം. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും എന്ന വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുക എന്നതിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനേകം വരദാനങ്ങളുണ്ട്. ആ വരദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദർശനവരം, സന്ദേശവരം എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധി വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം നൽകുന്ന ആ ഒരു ഇടപെടലിനെ കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷകളിൽ നിന്ന് ഫലം സ്വീകരിക്കാൻ പറ്റാതെ അവർ അന്യരായി നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ കാലത്ത് അനേകം മക്കൾക്ക് ദൈവം കൊടുത്തിട്ടുള്ളൊരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശവരം, ദർശനവരങ്ങളെ വിശ്വസിക്കാനും അങ്ങനെയുള്ള ശുശ്രൂഷകളെ സ്വീകരിക്കാനും ഒരു ഹൃദയ തുറവി. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മേഴ്സി ജോണി. മാനത്തൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് 16 വർഷമായി കാലിൽ വേരിക്കോസ് വെയിൻ്റെ വേദന ഭയങ്കരമായി അനുഭവപ്പെട്ടിരുന്നു. 16 വർഷം വേരിക്കോസ് വെയിൻ. ഒത്തിരി മരുന്നുകൾ കഴിച്ചു, ഒന്നും ഫലമുണ്ടായില്ല. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടായതല്ലാതെ 2011 ഡിസംബർ മാസത്തിലെ അഭിഷേകാഗ്നി ധ്യാനത്തിൽ എവിടെ ഭരണങ്ങാനത്ത് നടന്നതാണോ? ഭരണങ്ങാനത്ത് നടന്നു. കഴിഞ്ഞ വർഷത്തെ ഈ ഭരണങ്ങാനം കൺവെൻഷനിൽ ഈ സഹോദരി ഈ ഒരു രോഗത്തോടു കൂടെ വന്നാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പം എന്തുണ്ടായത്? ആരാധനയുടെ സമയത്ത് 3-ാം ദിവസം 6 അധ്യാപികമാരുടെ വേരിക്കോസ് വെയിൻ മാറ്റി കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാളെ ഞാനായിരിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പോകാൻ സമയത്ത് കാലിലെ വേദന പൂർണ്ണമായും മാറിയെന്ന് എനിക്ക് മനസ്സിലായി. പോകുന്ന സമയത്ത് തന്നെ കാലിൻ്റെയൊക്കെ വേദന വിട്ടുപോയതായി തോന്നി. എന്നിട്ട് പിന്നെ കർത്താവ് എന്നെ സുഖപ്പെടുത്തിയാൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വേരിക്കോസ് വെയിൻ ഒട്ടും ഇല്ലാത്ത വിധം ശരീരത്തിൽ ആ രോഗം അപ്രത്യക്ഷമായിരിക്കുന്നതാണ് ടീച്ചർ കണ്ടത്. കാലിയിൽ 3-4 വലിയ മുഴകൾ ഉണ്ടായിരുന്നു. അത് ചുങ്ങി ചെറുതായി. കാലിൽ 3-4 മുഴകൾ ഉണ്ടായിരുന്നു മുട്ടിന്. അതായത് വേരിക്കോസ് വെയിൻ അങ്ങോട്ട് വലുതായിട്ട് വലിയ മുഴകൾ പോലെ 3-4 വലിയ മുഴകൾ പോലെ അങ്ങനെ അതെല്ലാം ചുങ്ങി ചുങ്ങി അങ്ങോട്ട് പോയി. ഇത് സൗഖ്യപ്പെട്ടാൽ അടുത്ത വർഷം ഞാൻ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന്. അത് നല്ലൊരു രീതി. അതായത് നമ്മൾ കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ അനർത്ഥ കാലത്ത് ചില നേർച്ചകൾ നേരുന്നത് നല്ലതാണ്. അത് 50-ാം സങ്കീർത്തനത്തിലെ 15-ാം വാക്യപ്രകാരമാണ്. 50-ാം സങ്കീർത്തനം 15-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ എന്നെ മഹത്വപ്പെടുത്തും. ആ ഒരു വചനപ്രകാരമാണ് ഇന്ന് ടീച്ചർ ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഒരുമിച്ച് ഉറക്കെ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്നായിട്ട് ഈ പ്രാർത്ഥന ശുശ്രൂഷ പങ്കുചേരണം. ദൈവം തൻ്റെ ആത്മാവിൻ്റെ അത്ഭുതമായ ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് അയക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരുപാട് ക്ഷീണങ്ങൾ മാറുകയാണ്. ദൈവം കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്. ഈ ശുശ്രൂഷ സമയത്ത് മാലാഖമാരുടെ പ്രത്യേക ഇടപെടലുകളും പ്രവർത്തനങ്ങളും നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് തരും. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കണ്ണുനീരൊപ്പുന്ന ദൈവരാജ്യ വേലകൾ കർത്താവേ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. കണ്ണീരൊപ്പും ദൈവവേല നൽകിയിടണമേ നാഥ, വിടുതൽ നൽകും
ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കരങ്ങളടിച്ച് അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കൺകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. കണ്ണിരൊപ്പും ദൈവവേല നൽകിയിടണമേ നാഥ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ. മുഖ്യദൂത മിഖായേലേ, ഈ ദൈവമക്കൾക്ക് വേണ്ടി വരണം. ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന എല്ലാ ദുർബാധകളെയും ദുർബോധങ്ങളെയും ഓ മുഖ്യദൂത ബന്ധിച്ചു കെട്ടി ആട്ടിപ്പായിച്ച് നിത്യപാതാളത്തിൽ തളയ്ക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ എന്നും. ഉണർവോടെ കൈയടിച്ച് സ്വർഗദൂത ഗബ്രിയേലേ, ദൂതുമായി വന്നിടണേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ, അരികിൽ വരേണമേ. കണ്ണിരുപ്പും ദൈവവേല നൽകിയിടണമേ നാഥ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. അത്ഭുതങ്ങൾ കണ്ടിടുവാൻ കൺകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. അത്ഭുതങ്ങൾ കണ്ടിടുവാൻ പരിശുദ്ധാത്മാവേ, തുറക്കണമേ. പരിശുദ്ധാത്മാവേ, അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. ശക്തിയോടെ കൈയടിച്ച് അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു. ഓ അത്ഭുത ശക്തി നിറയട്ടെ. ആർത്തു ഉണർവിന്റെ ശക്തി നിറയട്ടെ. കൃപയുടെ ശക്തി നിറയട്ടെ. ആത്മാവിന്റെ ശക്തി ആവസിക്കട്ടെ. എല്ലാ സമൂഹങ്ങളും ഉണരട്ടെ. എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ. എല്ലാ കൂട്ടായ്മകളും ഉണരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ. മുടന്തന്മാർ മാന്യരെ പോലെ കുതിച്ചു ചാടട്ടെ. അന്ധന്മാർ കാണട്ടെ. ചെകിടർ കേൾക്കട്ടെ. ബധിരർ സംസാരിക്കട്ടെ. വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, ഗ്ലോറി 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 ഗ്ലോറി. രാജാവേ, ആരാധന 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 ആരാധന. ഉന്നതമായ ശക്തി, ഉന്നതമായ ശക്തി, സർവത്തിന്റെ അധിപനായ കർത്താവിന്റെ ശക്തി ഈ സമൂഹത്തിൽ, ഈ ഭവനത്തിൽ, ഈ കുടുംബത്തിൽ ഇപ്പോൾ ആവസിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. അതിരങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ. ദൈവാരാധന ഉയരട്ടെ. പ്രാർത്ഥനാ ശക്തി നിറയട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ. ദൈവസ്നേഹം കൊണ്ട് പൊതിയട്ടെ. സ്വർഗ്ഗം ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങൾ ലഭിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. Worship you. You are great, O Lord. Oh, mighty anointing, mighty fire, mighty power. We worship you, O Lord. Hallelujah, hallelujah, hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുക എന്നതിനെക്കുറിച്ചാണ്. 1994 എനിക്ക് തിരുപ്പട്ടം ലഭിച്ചത്. ഞാനൊരു ഇടവക വികാരിയായിരുന്നു.
ആ ഇടവക വികാരിയായിരുന്ന അവസ്ഥയിൽ നിന്ന് 1998 പിന്നെ മുഴുവൻ സമയ വചന ശുശ്രൂഷയിലേക്ക് മാറിയത്. ആദ്യകാലത്ത് വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ വചനം പ്രസംഗിക്കുക, കുമ്പസാരിപ്പിക്കുക ഇങ്ങനെയുള്ളതായിരുന്നു. വചനം പ്രസംഗിക്കുക, കുമ്പസാരിപ്പിക്കുക, മാനസാന്തരപ്പെടുത്തി കുമ്പസാരിപ്പിക്കുക, ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, ഇതായിരുന്നു എൻ്റെ മുഖ്യ വിചാരം. അതിനപ്പുറത്തേക്ക് ശുശ്രൂഷയെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് ജനങ്ങൾ ശുശ്രൂഷകളിൽ പങ്കുചേർന്നാലും അവരുടെ ഉള്ളിൽ ഒരു ജ്വലനം, ഒരു വലിയ ആത്മാവിൻ്റെ അഭിഷേകം, ഒരു തീ കത്തിപ്പടരുന്ന അനുഭവം, ഇതൊന്നും അധികം കാണുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ശുശ്രൂഷകളിൽ ഒരു 10 പേര്, 15 പേര്, 20 പേരൊക്കെ വരും. വർഷങ്ങളോളം അങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. എന്നാൽ സാവകാശമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും അങ്ങനെയുള്ള പരിജ്ഞാനവും എനിക്ക് ദൈവം പകർന്നു തന്നത്. പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ദർശനങ്ങൾ ലഭിക്കും. പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. ആ ദർശനങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അത് സമൂഹത്തിൽ പറയണം. അതിൻ്റെ പേരാണ് മെസ്സേജ് പറയുക, സന്ദേശം പറയുക. അങ്ങനെ സന്ദേശങ്ങളൊക്കെ പറയുമ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവ് വിടുതൽ നൽകും. ഇങ്ങനെയുള്ള ഉൾക്കാഴ്ചകൾ ദൈവം നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് 100% വിശ്വസിച്ച്, ഞാനത് അക്ഷരം പ്രതി വിശ്വസിച്ച് അതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവ് വലിയ ശക്തിയോടെ പ്രവർത്തിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് തന്നാൽ അത് പറഞ്ഞ അപ്പം തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജെൻസി ജോൺസൺ. ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് വരുന്നു. എനിക്ക് 1.5 മാസമായിട്ട് എൻ്റെ കണ്ണിന് അസഹനീയമായ ചൊറിച്ചിലും കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുകയായിരുന്നു. കണ്ണിൻ്റെ ചൊറിച്ചിൽ മൂലം എനിക്ക് കൈ കണ്ണിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രമാത്രം കൈ അവിടെ നിന്ന് കണ്ണിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, അതേമാതിരി എപ്പോഴും ചൊറിയണം, ആ അവസ്ഥയായിരുന്നു. അതുപോലെ കൺപോളകൾക്ക് ഭയങ്കര ഭാരം അനുഭവപ്പെടുകയും എപ്പോഴും തലവേദനയും ഉറക്കം വരുന്ന പോലുള്ള അവസ്ഥയുമായിരുന്നു. ഞാൻ 2 ഡോക്ടേഴ്സിനെ കണ്ടു. ഐ ഡ്രോപ്സ് ഒക്കെ തന്നെങ്കിലും കണ്ണിന്റെ ഇറിറ്റേഷൻ കൂടിയതല്ലാതെ യാതൊരുവിധ കുറവുണ്ടായിരുന്നില്ല. 2 ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണിത്. ആ ഒരു രോഗത്തോടു കൂടിയാണ് ഇന്നലെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നത്. ഇന്നലെ ഡെലിവറൻസ് പ്രേയറിന്റെ സമയത്ത് കണ്ണ് കലങ്ങി ചുവന്നിരിക്കുന്ന അലർജി മൂലം അതിൻ്റെ ഇറിറ്റേഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കണ്ണിൻ്റെ അസ്വസ്ഥതകൾ പരിപൂർണമായി മാറി. ഇപ്പോൾ ഇതേവരെ സമയം കണ്ണങ്ങട് തെളിഞ്ഞ് യേശുവേ, ഇപ്പോൾ കണ്ണിന് യാതൊരു അസ്വസ്ഥതയും ഇല്ല. ഇത് യേശുവിന്റെ അത്ഭുതമാണ്, ഞാൻ വിശ്വസിക്കുന്നു. സമയം കണ്ണങ്ങട് തെളിഞ്ഞ് യേശു സൗഖ്യം അങ്ങോട്ട് കൊടുത്ത് അനുഗ്രഹിച്ച് പുറകെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലുള്ള ആയിരക്കണക്കിന് സംഭവങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ വിശ്വസിച്ച് അത് അതുപോലെ സമൂഹത്തിൽ വെളിപ്പെടുത്താനും, ഇത് ഇന്ന ആൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അത് അതുപോലെ പറയാനും തുടങ്ങിയപ്പോൾ വലിയ തരത്തിൽ ദൈവം വിശ്വാസത്തിൻ്റെ കൃപ ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ജനങ്ങൾ കൂട്ടമായി വരാൻ തുടങ്ങി. അതുപോലെ ജനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം കൊണ്ട് നിറഞ്ഞ ആത്മീയമായ ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങി. വലിയ കൺവേർഷൻസ്, വലിയ മാനസാന്തരങ്ങൾ, വലിയ തരത്തിലുള്ള ഹൃദയത്തുറവി എല്ലാം പരിശുദ്ധാത്മാവ് ദാനമായ സമൂഹത്തിലേക്ക് വർഷിച്ചു. പണ്ട് വചനം പ്രസംഗിച്ച് മാത്രം പോയിരുന്നതിനേക്കാൾ 10,000 ഇരട്ടി കൺവേർഷൻസ്, മാനസാന്തരങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ
അങ്ങയുടെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാൻ ഒരു കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് കിട്ടിയാൽ അപ്പോൾ തന്നെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ വിശ്വാസത്തിന് കൃപ എനിക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ എന്നെ ഉരുക്കി വാർക്കണമേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയെ എൻ്റെ മേൽ പതിക്കണമേ, എന്നെ ഉരുക്കി വാർക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശ്വസിക്കാനുള്ളൊരു അഭിഷേകം തരണമേ. എൻ്റെ ഇപ്പോഴുള്ള പൊട്ട ബുദ്ധിയും എൻ്റെ ഇപ്പോഴുള്ള പൊട്ട ചിന്തകളും അതെല്ലാം ഉപേക്ഷിച്ച് ദൈവവചനപ്രകാരമുള്ള ചിന്ത, പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിത പ്രകാരമുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറയാൻ ഇടവരുത്തണമേ. കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഉറക്കെ സ്തുതിക്കുന്നു. ഈ സമയം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. ഈ സമയം കൃപ നിറയുകയാണ്. ഈ സമയം വ്യത്യാസങ്ങൾ വരികയാണ്. ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കും. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹത്തോടെ നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ. കരങ്ങൾ ഉയർത്തി, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ. ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയെ ഞങ്ങളിൽ നിറയണമേ. ദൈവത്തിനരൂപിയെ നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഹൃദയ തുറവി ഇവർക്ക് ലഭിക്കട്ടെ. ആത്മാവിനോട് തുറവി ഉണ്ടാകട്ടെ, ആത്മാവിനെ വിശ്വസിക്കാൻ തുറവി ലഭിക്കട്ടെ, ആത്മാവിന് കൂടെ നടക്കാൻ തുറവി ഉണ്ടാകട്ടെ, ആത്മാവിനോട് ഫ്രണ്ട്ഷിപ്പ് ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേർ പരിശുദ്ധാത്മാവിനെ നല്ല ശുശ്രൂഷകരായി മാറട്ടെ, പരിശുദ്ധാത്മാവിനെ നല്ല സഹപ്രവർത്തകരായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, അങ്ങയെന്നും ആരാധിക്കുന്നു, യേശുവേ അങ്ങയെന്നും ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവാ എൻ്റെ ദൈവമേ അങ്ങയെന്നും ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവാ എൻ്റെ ദൈവമേ അങ്ങയെന്നും ആരാധിക്കുന്നു, 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 അങ്ങയെന്നും ആരാധിക്കുന്നു, 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 അങ്ങയെന്നും ആരാധിക്കുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും പറഞ്ഞ്, മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളും പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയഭാരങ്ങൾ കോരിച്ചൊരിയാം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ദൈവമേ, അവിടുന്ന് സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ വന്നത് പൊതിയണമേ കർത്താവേ. മലകളെ മേഘങ്ങൾ വന്ന് മൂടുന്നത് പോലെ ഇപ്പോൾ ഈ സമൂഹത്തെ മൂടണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് മൂടട്ടെ. സമുദ്രത്തെ ജലം മൂടിയിരിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം കൊണ്ട് സമൂഹത്തെ മൂടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമുദ്രം ജല ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലെ മലകൾ കാർമേഘത്താൽ നിറയും പോലെ യേശുവേ, യേശുവേ. സമുദ്രം ജലത്താൽ കവിയും പോലെ ഓ അത്ഭുത ശക്തിയേ, മലകൾ ഇപ്പോൾ ഞങ്ങളെ പൊതിയണമേ. കാർമേഘത്താൽ നിറയും പോലെ ഈ സമൂഹത്തെ ഇപ്പോൾ ദൈവ സാന്നിധ്യം മൂടട്ടെ. സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. പിതാവേ, സാന്നിധ്യവും അപ്പാ, നിന്റെ സാമീപ്യവും അപ്പാ, ഞങ്ങളിൽ നിറയ്ക്കണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ. ആകാശം പിളർന്ന് വന്നിടണേ. ഈ നിമിഷങ്ങളിൽ രോഗികളെല്ലാം പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് കർത്താവേ, സമുദ്രത്തിൽ ജലം നിറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. കൈകൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. രോഗികളുടെ മേൽ ശക്തി നിറയുന്നു, തകർന്നവരുടെ മേൽ കൃപ നിറയുന്നു. കർത്താവേ, സമുദ്രം അത്ഭുതമായി നിറവ് നൽകണമേ. മലകൾ കാർമേഘത്താൽ നിറയും പോലെ കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്താൽ നിറയും പോലെ നിന്റെ സാന്നിധ്യവും നിന്റെ